ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിപ്പോൾ രാവിലെ തന്നെ എന്താണ് ഈ ഫാൻസി ഷോ കാണിക്കുന്നതെന്നാണ് വിചാരിക്കേണ്ടത് കേട്ടോ. രാവിലെ കൂണ് തരയാൻ പോയിട്ട് ഫുള്ള് നഞ്ഞിട്ടാ, ചായച്ചെടീൻ്റെ ഉള്ളിൽ കൂടെ കയറി ഫുള്ള് നഞ്ഞി രണ്ടട്ടയും കടിച്ച് ആകപ്പാടെ കിട്ടിയത് 2 കൂണാണ് കേട്ടോ. പക്ഷേ ഈ വർഷത്തെ ആദ്യത്തെ കൂണാണ്, നല്ല ഫ്രഷ് കൂണായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പണിയൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിരയാൻ പോകണം കേട്ടോ. അന്നേരം ഈ 2 കൊണ്ട് നമുക്കൊന്നും ആവില്ല, എന്നാലും എവിടെ തികയില്ല. ഇവിടെ നിന്ന് കൂണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അന്നേരം പിന്നെ കുഞ്ഞാപ്പുക്കുട്ടി ഞാൻ ശ്യാമാട്ടൻ പണിക്ക് പോയാൽ ശ്യാമാട്ടൻ്റെ പുറകെ തന്നെ മേലേക്ക് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ 2 കിട്ടിയതാണ്. കാര്യമായിട്ടുള്ള തിരച്ചിലൊന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മളെ ചായച്ചെടീൻ്റെ ഉള്ളിൽ ഇപ്രാവശ്യം മരുന്നടിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ഫുള്ള് ചെടികൾ ഉണ്ട് കേട്ടോ, കാടുണ്ട്. അതിനെ ഫുള്ള് തിരഞ്ഞാൽ കാണൂല, മൊത്തം ഭയങ്കര പ്രശ്നമാണ് കണ്ടുപിടിക്കാൻ ഇതിന്. അത് രാവിലത്തെ ചിക്കൻ കറി കുറച്ച് ഇരിപ്പുണ്ട്, അന്നേരം ലേശം ചപ്പാത്തി ഉണ്ടാക്കണം. അട്ട കടിച്ചവിടെ നിന്ന് ചോര ഇങ്ങനെ കുടുകുടൂന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 2 കാലിലും ഒരേ സ്ഥലത്താണ് അട്ട കടിച്ചത്. അരെ ചക്കര എണീറ്റ് വന്നിട്ടുണ്ട്, കുഞ്ഞാപ്പൂ എണീറ്റ് വന്നിട്ടുണ്ട്. ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അരെ പിന്നെ ഇടാൻ പറ്റിയിട്ടില്ല, വൈകുന്നേരം ഒന്നും ഇടാൻ പറ്റണില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞായറാഴ്ചത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെ ലേറ്റായിട്ടൊക്കെ വരുന്നത്. അതായത് കുഞ്ഞാപ്പൂ കുട്ടിയും ചക്കര അത് എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഓരോരോ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതാ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അന്നേരം കുഞ്ഞാപ്പൂ കുട്ടിക്ക് ഇതാ ചപ്പാത്തി കൊടുത്തിട്ടുണ്ട്. അന്നേരം കുഞ്ഞാപ്പൂവിന് ചപ്പാത്തി കൊടുത്തേരെ ഫോൺ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ദൈവളകലുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ആൾക്ക് ഫോൺ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണം, വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഫോൺ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അധികം ഞാൻ രാവിലെ ഫോൺ കൊടുക്കാതെ കഴിവിൻ്റെ പരമാവധി ഒപ്പിക്കാൻ നോക്കും. കാരണം സ്കൂളിൽ പോകുമ്പോൾ ഫോൺ കൊടുത്ത് തീറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്ന് തീരൂല, അവിടെ ഇരിക്കും അതും വെച്ചിട്ട്. പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ പണീൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അവൾക്ക് വാരി കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പരമാവധി ഇപ്പോൾ ഫോൺ കൊടുക്കാതെ തീറ്റിക്കാൻ നോക്കും. അന്നേരം ഇവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതിനെ ഇളക്കും, കാരണം ഇവർക്കൂടെ ഫോൺ കാണണേ. അന്നേരം അതിനെ പറഞ്ഞിട്ട് ഇളക്കി വിടും കേട്ടോ. അന്നേരം അത് കടന്ന് ഇങ്ങനെ കരച്ചിലാകുമ്പോൾ നമ്മൾ കൊടുക്കുമല്ലോ. അതാണ് എൻ്റെ ബാക്കിയുള്ള ഐറ്റങ്ങളെ പരിപാടി. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കലും പാത്രം കഴുകലും ചായ കുടിക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, ഒന്നുകൂടെ ഒന്ന് കൂണ് തിരഞ്ഞ് നോക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൂണ് തിരയാനൊക്കെ പോയതിന് ശേഷം ഞങ്ങൾക്ക് ഒരു 3 കൂണും കൂടെ കിട്ടി. 3 കൂണ് എന്ന് പറഞ്ഞാൽ 2 ചെറുതും 1 വലുതും കൂടെ കിട്ടിയിട്ടാണ്. അന്നേരം അതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ചക്കര നന്നാക്കുന്നുണ്ട്. അന്നേരം നല്ല വെയിലെറിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തുണി ഉണക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അന്നേരം ഇതാ അവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ചുള്ളി പെറുക്കി. കൂണ് തരയാൻ പോയാൽ അവിടെ കുറേ ചുള്ളിയാണ് കേട്ടോ, നല്ല വലിയ വലിയ ചുള്ളികൾ. അത് തീ പിടിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആ ചായ കുടിച്ച പാത്രം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, അത് കഴുകാനുണ്ട്. അത് ചുള്ളി പെറുക്കൽ പെറുക്കി വന്നു, കൂണ് തിരഞ്ഞ് വന്നു, അടുത്തത് തുണി ഇടാൻ പോകാൻ കേട്ടോ. ഞായറാഴ്ചത്തെ എൻ്റെ കഥയൊന്നും പറയണ്ട, ഫുൾ അലച്ചൽ പരിപാടിയായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ എനിക്കറിയില്ല ഞാൻ എന്താണെന്ന് ഞായറാഴ്ച ആയിപ്പോയെന്ന്. പണിയെടുത്തിട്ട് തീരുന്നില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ കറി വെക്കണം കേട്ടോ. കറി വെച്ചിട്ടുണ്ടായിരുന്നിട്ടില്ല, പിന്നെയാണ് കറിയൊക്കെ വെച്ചത്. തുണി കുറേ ഉണങ്ങി, എടുക്കലും ഇടലും ഇത് തന്നെയായിരുന്നു പരിപാടി. എന്നാലും കുറേ തുണികൾ ഉണങ്ങി കിട്ടിയിട്ടോ. ഇത് ഡെയിലി നമ്മൾ 5 പേര് മാറ്റിയിടുമ്പം എന്തോരം തുണി ഉണ്ടാവും എന്നറിയോ ഉണങ്ങാൻ. സ്കൂളിൽ പോകുന്നതിൻ്റെ യൂണിഫോം വേറെ, വീട്ടിലിടുന്ന വേറെ, അങ്ങനെ ഒരു വണ്ടി തുണി ഉണ്ടാവും ഉണക്കിയെടുക്കാൻ. വീട്ടിലുള്ളവർക്ക് അറിയില്ല തുണി ഉണക്കിയെടുക്കുന്നതിൻ്റെ പ്രശ്നം. കുളി കഴിയുമ്പോൾ എൻ്റെ തുടങ്ങിയിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കുക. അരിതെങ്ങനെ ഉണക്കിയെടുക്കുന്നതെന്നുള്ള കഷ്ടപ്പാട് ഇവർക്ക് അറിയില്ല. മഴക്കാലത്ത് ഒന്ന് വെയിലെറിച്ചാൽ ഒന്ന് തുണിയിട് അല്ലെങ്കിൽ ഒന്ന് തുണി എടുക്കുകയെന്ന് പറഞ്ഞാൽ ആർക്കൊട്ട് പറ്റൂല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ തുണി ആറിയിടാൻ പോയായിരുന്നു, അവിടെ ഒരു ചവിട്ട് കൊടുത്ത് കാലം അങ്ങോട്ട് ദാന്ന് പറഞ്ഞാലും അങ്ങോട്ട് താന്നു പോയിട്ടാ. ഇതിപ്പോൾ മിക്കവാറും ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വീട് മൊത്തം അടിയടക്കം മൊലിച്ച് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അടിയിൽ കൂടെ മണ്ണ് എലി മാന്തിയിട്ടാന്ന് തോന്നുന്നുണ്ട്, അടിയിൽ കൂടെ കുത്തിയിട്ട് പെരത്തറയിലേക്ക് എത്തിയിട്ടുണ്ട് ഓട്ടാട്ട. അതിൻ്റെ അടിയിൽ ഒന്നുമില്ല, ഒരു സ്ലാബാണ് കിടക്കണത്. അതിൻ്റെ അടിയിൽ വേറെ ഒരു സാധനമില്ല, സൈഡ് കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സ്ലാബിൻ്റെ അടിയിൽ മണ്ണോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. അത് എലി കുത്തിയിട്ട് വലിയ തുള പുഴേൻ്റെ അങ്ങോട്ടേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് നോക്കി ഇങ്ങോട്ട് കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയും മറ്റേ പഴശ്ശിരാജ പണ്ട് മണ്ണിൻ്റെ അടിയിൽ കൂടെ ഗുഹ ഉണ്ടാക്കിയിട്ട് വന്നില്ലേ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. മിക്കവാറും വീടിൻ്റെ ഉള്ളിൽ എലിക്കാർ താമസം ഉണ്ടാവുന്നു. അതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ തേങ്ങയില്ല, കറി വെക്കാൻ നോക്കുമ്പോൾ തേങ്ങ പൊതിച്ചത് ഇരിപ്പില്ല. ഇത് കുറേ ദിവസമായിട്ടോ 3-4 തേങ്ങ പൊതിക്കാത്തത് കൊണ്ടിട്ടിട്ട് അച്ഛൻ കൊണ്ട് തന്നാണ് കേട്ടോ. എനിക്ക് തേങ്ങ പൊതിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാത്ത പരിപാടിയാണ്, കാരണം ഇത് നമുക്ക് ശീലമല്ല. നമ്മൾ കടയിൽ നിന്ന് തേങ്ങ മേടിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അച്ഛൻ ഇടുന്നോ പണിക്ക് പോയടുത്തുനിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. അന്ന് ശ്യാമാട്ടൻ പിള്ളേർ 2 പൊതിച്ച്, പിന്നെ ഇത് അവിടെ ഇട്ടു. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേങ്ങ ഉണ്ടാവുമല്ലോ, അന്നേരം ഇതിനെ അവിടെ ഇടും. അങ്ങനെ ഇല്ല, ഇന്നിപ്പോൾ നോക്കുമ്പോൾ തേങ്ങ ഉണ്ടായിരുന്നില്ല, കുറച്ച് തേങ്ങയുള്ളൂ. അന്നേരം പിന്നെ ഇതിനെ പൊതിക്കാതെ രക്ഷയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ആ മണ്ടക്കത്തി വെച്ചിട്ട് ഞാൻ ഒരു വിധത്തിൽ അതിനെ പൊളിച്ചെടുത്തു കേട്ടോ. അതും കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ 3/4 ഭാഗം ഊർജ്ജവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ തേങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ
അവിടെ കാത്തിക്കുന്നുണ്ട്. പിന്നെ തേങ്ങ വെള്ളം കുറച്ച് അവക്കും കൊടുത്ത് കുറച്ച് ഞാനും കുടിച്ചിട്ടാണ്. പിന്നെ നേരെ വന്ന് തേങ്ങയൊക്കെ ചിരകി നമ്മൾ കൂൺ കറി വെക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ കൂൺ റോസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഞാനിപ്പോൾ ഉള്ള കൂണിനെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു നേരം മാത്രമേ കൂട്ടാൻ തികയുള്ളൂ. അതായത് എനിക്ക് ഇനിയും കറി വെക്കാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി അതിനെ തേങ്ങ അരച്ചിട്ട് ഒരു തീയൽ വെക്കും പോലെ കൂൺ തീയൽ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ട് സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അന്നേരം ഇത് ഇഞ്ചി പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, ലേശം ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയും കൂടെ അവിടെ വെക്കുന്നുണ്ട് തേങ്ങ വറുത്ത ഉടനെ. കാരണം ഇനി അടുത്തത് നേരെ ചട്ടി അടുപ്പത്തേക്ക് കയറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. തേങ്ങ വറുത്തേനെ ഞാൻ ഓൾറെഡി മിക്സീൻ്റെ ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് അരയ്ക്കാൻ നേരത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അതിനകത്ത് കൂട്ടിയിട്ട് അങ്ങോട്ട് അരയ്ക്കും കേട്ടോ. വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ കൂടെ ഞാനൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്നിട്ട് അരിയുന്ന നേരം അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി കഴിയുമ്പം എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, പിന്നെ ഇതൊക്കെ കൂടി ഒന്ന് എടുത്ത് വഴറ്റിയെടുക്കുക. നമ്മൾ സാധാരണ തീയൽ വെക്കുമ്പോൾ തന്നെ കേട്ടോ. നമ്മൾ സാധാരണ പിന്നെ ഇപ്പോൾ ഇതിൽ പുളി കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല. തക്കാളീൻ്റെ ഒരു പുളി രസം മാത്രമേ ഉള്ളൂ കേട്ടോ. അധികം നമ്മൾ തീയലിൽ പുളിയൊക്കെ വെക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ പുളിയൊന്നും ചേർക്കണില്ല. ഇനി കർക്കിടക ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ താളിൻ്റെ തീയൽ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മളെ താളില്ലേ. അത് തീയൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എൻ്റെ മക്കൾക്ക് അത് മാത്രം മതി ചോറുണ്ണാൻ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അന്നേരം നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് പോയിട്ടു, അതാണ് ഒരു മിന്നൽ വന്നത്. ഇനി കർക്കിടക കേട്ടോ. അന്നേരം നമുക്ക് താളി തീയലൊക്കെ ഉണ്ടാക്കാം. കൂണ് ഇനിയിപ്പോൾ തിരഞ്ഞാൽ കൂണ് കിട്ടും കേട്ടോ. ഇടിയൊക്കെ പൊട്ടുന്നതുകൊണ്ട് തന്നെ കൂണുണ്ടാവും ഇഷ്ടം പോലെ. പക്ഷെ തപ്പി പിടിക്കാനുള്ളൊരു പ്രശ്നമുള്ളൂ. അന്നേരം കുട്ടികളുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ജസ്റ്റ് എല്ലാ വർഷവും കിട്ടുന്ന സ്ഥലങ്ങൾ നമുക്കറിയാം. നമ്മളെ വീട്ടിലെ ചുറ്റുപാട് തന്നെ കൂണുകൾ എല്ലാ വർഷവും ഉണ്ടാവുന്ന സ്ഥലങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് പുറ്റുകൂണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ എല്ലാ വർഷവും നമുക്കിതിന് വലിയ ക്ഷാമമൊന്നും വരാറില്ല കേട്ടോ. എല്ലാ വർഷവും മുടങ്ങാണ്ട് നമ്മൾ കൂണ് കഴിക്കലുണ്ട് കേട്ടോ. കൂണൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചേ ഉള്ളൂ. അതും കൂടെ നമ്മളെ മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് കൂണ് വേവിക്കുക. കാരണം കൂണിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശമുണ്ട്. അത് താനെ ഇറങ്ങിക്കോളും. നമ്മൾ ആവിയിൽ വെക്കുമ്പം അത് താനെ കൂണിന് വെള്ളം ഇറങ്ങി. കൂണ് നന്നായി വേകണം കേട്ടോ. കൂണ് നന്നായി വെന്തിട്ടില്ലെങ്കിൽ വയറുവേദന എടുക്കാൻ സാധ്യതയുണ്ട്. കൂണ് നന്നായിട്ട് വേവിക്കണം കേട്ടോ. അതായത് നമ്മൾ കൂണ് വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് എഴുതിയിട്ട്. കാരണം എസ്റ്റേറ്റ് എന്നല്ലേ നമ്മൾ പറക്കുന്നത്. എന്നിട്ട് ചായച്ചെടീനൊക്കെ മരുന്നൊക്കെ അടിക്കുന്നില്ല, പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ തേങ്ങ അരച്ചതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ പൊടിയിലേക്ക് ലേശം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങ അരയ്ക്കാൻ നേരത്തെ ഒരു 2 മണി പെരിഞ്ചീരകം കൂടെ ഇട്ടിട്ടുണ്ട്. അതായത് വലിയ ജീരകം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയി, കാണിക്കാനും വിട്ടുപോയിട്ടാണ്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച്, അധികം വെള്ളം പോലെ ആക്കണില്ല. ഒരു തിക്ക് ഗ്രേവി, അധികം ലൂസും അല്ല അധികം കട്ടിയല്ലാത്തൊരു വിധത്തിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറി റെഡിയാവും കേട്ടോ. പിന്നെ അതിൽ വറവ് കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഉണങ്ങിയ തുണികൾ കുറേ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ഇന്നിപ്പോൾ കുളിയോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുളിക്കണം, ബാക്കിയുള്ള പരിപാടികളുണ്ടാകും, അടിച്ചു വരണം, കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അങ്ങനെ തുണികൾ ഇനിയും പുറത്ത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചോറിനാൻ വരെ നേരം വൈകി. എന്നുവെച്ചാൽ മഴ പെയ്ത് വെയിലെറിച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരെയും പ്രശ്നമായിരിക്കും. എത്ര നമ്മൾ വീട്ടിലെ പണിയെടുത്താലും തീരില്ല. കാരണം നമ്മൾ ഒരു പണിയെടുത്ത് ഒരു 5 മിനിറ്റ് ആ പണി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെയിലെറിക്കും. അതിനെ കൊണ്ടുപോയി തുണിയിടും. നമ്മൾ തുണിയിട്ട് വന്ന് ആ പണി റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും അടുത്ത മഴ വരും. അന്നേരം നമ്മൾ എന്തെങ്കിലും അത് എടുത്ത് വയ്ക്കാൻ പോകും. അത് ആറിയിടണം. അതാണ് ഏറ്റവും വലിയ പണി. നമ്മൾ എടുത്തു കൊണ്ടുവരുന്ന തുണികൾ റിട്ടേൺ ആറിയിടാനുള്ള സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അത്. കാരണം നമ്മൾ എവിടുന്നേലൊക്കെ ആയിരിക്കും എടുത്തിട്ട് പോകുക. റിട്ടേൺ വന്ന് നോക്കുമ്പോൾ ആറിയിടാനുള്ള സ്ഥലമായിട്ട് ഒപ്പിച്ചായിട്ട് കിട്ടൂല. പിന്നെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തുണി മടക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇത് ചക്കര ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ. അത് ഉപ്പിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ അവൾ എന്തോ വീഡിയോ കണ്ടിട്ട് അവൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം കഴിക്കാൻ. അന്നേരം ഞാനിപ്പോൾ ചോറ് തിന്നുന്നില്ല. കുട്ടികൾക്ക് 3 ചോറ് കൊടുക്കണ്ടേ. അന്നേരം നമ്മളെ കൂണുകറിയും അച്ചാറും കൂടെ കൂട്ടിയിട്ട് അവർ കഴിച്ചോളും. അന്നേരം വേറെ ഒന്നും ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ. അന്നേരം ഇത് കൂട്ടി അവർ കഴിക്കട്ടെ. എനിക്കിനിയും ബാക്കി പരിപാടികളുണ്ട്, തുണികളുണ്ട് പുറത്ത്, അതൊക്കെ പെറുക്കണം. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുള്ളൂ. അതായത് നമ്മളെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോയത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.